ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫാമിലി വീക്ക് ഇതാ ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. നാളെ തിങ്കളാഴ്ച 20-ാം തീയതി രാവിലെയും ഉച്ചക്കുമായിട്ട് നടക്കാൻ പോകുന്നത് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടായിരിക്കും. ലാലേട്ടൻ എത്തുന്ന എപ്പിസോഡായിരിക്കും. ഉച്ചക്ക് നടക്കാൻ പോകുന്നത് ലാലേട്ടന്റെ ബർത്ത്ഡേ എപ്പിസോഡിന്റെ ഷൂട്ടായിരിക്കും. രാവിലെയാണ് എവിക്ഷനും കാര്യങ്ങളും നടക്കുന്നത്. ഒരാൾ മാത്രമാണ് ഈ ഒരാഴ്ച പുറത്താവുന്നത് എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഒന്നിലധികം പേര് പുറത്താവേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഈ ഒരാഴ്ച ഒരു എവിക്ഷൻ മാത്രമാണ് നടത്തുന്നത് എന്നാണ് ഇപ്പൊ നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്കത് ആരാണെന്ന് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരാഴ്ച വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയ സമയം മുതൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് റസ്മിൻ ബായ്. ലാലേട്ടൻ എത്തുന്ന ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ തീർച്ചയായിട്ടും 100% ഉറപ്പാണ് റസ്മിൻ ബായ് തന്നെയാണ് പുറത്താകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡബിൾ എവിക്ഷൻ ഈ ഒരാഴ്ച ബിഗ് ബോസ് കൊണ്ടുവരികയാണെങ്കിൽ അപ്സര കൂടി പുറത്താകും എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. എന്തായാലും റസ്മിൻ ബായുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് റസ്മിന് വ്യക്തമായ ഒരു ഭൂരിപക്ഷമില്ല. അതിപ്പോ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമ്മ്യൂണിറ്റി പോളുകളും എല്ലാം ഇതിന് സാക്ഷിയാണ്. റസ്മിന് മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് ഭൂരിപക്ഷം ചെലുത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ജിൻഡോ ആണ് ഈ ഒരു വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയ സമയം മുതൽ ആദ്യം നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാസ്മിനും അഭിഷേക് ശ്രീകുമാരും ഋഷിയും സിജോയും എല്ലാവർക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ പെർസെന്റേജ് കുറവാണ് റസ്മിൻ ബായിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട്. അതുപോലെ തന്നെയാണ് അപ്സരക്കും. റസ്മിനും അപ്സരയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളാണ് ഉള്ളത് വോട്ടിംഗ് പരിശോധിക്കുന്ന സമയത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരാഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത് റസ്മിൻ ബായ് തന്നെയാണ്. ഒരു കോമണറായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന കണ്ടസ്റ്റന്റ് ആണ്. ഇത്രയും നാൾ ഒരു കോമണർ കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ബിഗ് ബോസ് ഹൗസിൽ വന്ന് പല നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് റസ്മിൻ ബായ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന് സാധിച്ചു. തീർച്ചയായിട്ടും അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചില നെഗറ്റീവ് ഇമ്പാക്റ്റുകളും പുറത്ത് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് റസ്മിൻ. അതിനെപ്പറ്റി ഇനി പറയുന്നില്ല. അപ്പോൾ ഈ ഒരാഴ്ച വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് റസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും. ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ അപ്സരയ്ക്കും കൂടി സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു 2 പേരെയും നമ്മൾ ഡേഞ്ചറസ് സോണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്സര കൂടി പുറത്തു പോകുന്നു എന്നൊരു അപ്ഡേറ്റ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു എവിക്ഷൻ ആണെന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ റസ്മിൻ ബായ് മാത്രമായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അഥവാ ഡബിൾ എവിക്ഷനിലേക്ക് ബിഗ് ബോസ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്സര കൂടി പുറത്താവും. കാരണം ഡബിൾ എവിക്ഷൻ വെക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ബിഗ് ബോസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയേറെ മത്സരാർത്ഥികൾ ഇപ്പോൾ ഈ സമയത്ത് ബിഗ് ബോസിലുണ്ട്. ഇവരെയൊക്കെ പറഞ്ഞു വിട്ടല്ലേ തീരൂ. എത്രയും പെട്ടെന്ന് ടോപ്പ് 5 എന്ന ആ ഒരു പരിപാടിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് ടിക്കറ്റ് ടു ഫിനാലെ കഴിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികളാണ് ഇനി ബിഗ് ബോസ് ഹൗസിൽ നടക്കാനിരിക്കുന്നത്. വളരെ സംഘർഷം നിറഞ്ഞ ഒരു എപ്പിസോഡുകളിലൂടെ ആയിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. ഫാമിലി വീക്ക് അത്ര കഠിനമായിരുന്നില്ല. എല്ലാവരും സന്തോഷിച്ചും കളിച്ചും ചിരിച്ചും തനിക്ക് പങ്കുവെക്കാനുള്ള ഇമോഷൻസും സന്തോഷങ്ങളെല്ലാം പങ്കുവെച്ച് നല്ല ഒരാഴ്ചയായിരുന്നു ഈ ഒരു ഫാമിലി വീക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലും ഈ പറയുന്ന പൊട്ടലും ചീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ നോക്കുമ്പോൾ നല്ല ഒരാഴ്ച തന്നെ ആയിരുന്നു. കുറച്ച് നോർമലി ബിഗ് ബോസ് ഹൗസ് ഓടിയ ഒരു ആഴ്ചയായിരുന്നു. എന്തായാലും ഇനി വരാൻ പോകുന്ന നാളുകൾ കണ്ടസ്റ്റൻസ് തൻ്റെ ഗെയിമുകൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനും തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ബിഗ് ബോസ് മെറ്റീരിയലിനെ പുറത്തേക്ക് എടുക്കാനും ശ്രമിക്കുന്ന നാളുകൾ തന്നെയാണ്. അപ്പോൾ ഇനി അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ഗെയിമുകളും അതുപോലെ തന്നെ നല്ല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയേണ്ടതുണ്ട്. എല്ലാ കണ്ടസ്റ്റൻസിനും അത് സാധിക്കട്ടെ, നല്ല കോണ്ടന്റുകൾ തരാനായിട്ട് സാധിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എവിക്ഷനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. 100% ഉറപ്പായ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. റസ്മിൻ ബായ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്സരക്കും ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്. ഇതുവരെ ഡബിൾ എവിക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഡബിൾ എവിക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അപ്സരയും ഈ പറഞ്ഞ റസ്മിൻ ബായും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.